ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു പ്രൈസ് ആക്ഷൻ ഇൻഡിക്കേറ്ററിനെ പറ്റി. അപ്പോൾ ആ ഇൻഡിക്കേറ്ററിൽ കുറച്ച് പേർക്ക് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. മെയിൻ ഡൗട്ട്സ് എന്ന് പറയുന്നത് ഈ ഒരു ഇൻഡിക്കേറ്റർ റീപെയിന്റ് ആണോ എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് ഈ ഒരു ഇൻഡിക്കേറ്റർ ഓപ്ഷൻസിൽ വർക്ക് ചെയ്യും, അതേപോലെ തന്നെ ഈ ഒരു ഇൻഡിക്കേറ്ററിന്റെ പെർഫോമൻസ് ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയുടെ ആ ഒരു ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കാണാൻ ശ്രമിക്കാം. ഇനി നമുക്ക് ഈ ഇൻഡിക്കേറ്ററിനെ പറ്റി പറയാം. അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് പ്രൈസ് ആക്ഷൻ ആണ്. അതായത് ഈ ഇൻഡിക്കേറ്റർ നമുക്ക് ഒരു തരത്തിലുള്ള ബൈ സിഗ്നലോ സെൽ സിഗ്നലോ തരുന്നില്ല. സാധാരണയായിട്ട് റീപെയിന്റ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് അധികവും നമുക്ക് ഒരു ബൈ സിഗ്നലും സെൽ സിഗ്നലും തരുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി സ്മാർട്ട് മണി കൺസെപ്റ്റിനെ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡൗട്ട് ഒക്കെ ക്ലിയർ ആവുന്നതാണ്. അപ്പോൾ ഈ സ്മാർട്ട് മണി കൺസെപ്റ്റിൽ വരുന്ന ഒന്നാണ് ഈ ഒരു BOS എന്ന് പറയുന്നത്. അതായത് BOS എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ ആണ്. അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ലെവൽസ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിൽ BOS ലെവൽസ് മാത്രമാണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്ററിന്റെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ലെവൽസ് ചാർട്ടിൽ മാർക്ക് ചെയ്യാവുന്നതാണ്. അതായത് എപ്പോഴെങ്കിലും ചാർട്ടിൽ മുമ്പ് വന്നിരിക്കുന്ന സ്വിംഗ് ലോയോ സ്വിംഗ് ഹൈയോ ബ്രേക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് ഇതേപോലെ BOS ലെവൽസ് ഫോം ആവുന്നത്. അപ്പൊ ആ ലെവൽസ് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഇൻഡിക്കേറ്റർ നോക്കുന്നത്. ഇനിയിപ്പോൾ ഇൻഡിക്കേറ്റർ ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് മാനുവലായിട്ട് മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിന്റെ റീപെയിന്റിങ്ങിനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻഡിക്കേറ്റർ ഓപ്ഷൻസിന് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുമ്പോൾ അഡ്ഡമണിയിൽ വേണ്ട ഓപ്ഷൻസ് വേണം സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ ഏതൊക്കെ സ്റ്റോക്സുകളാണ് ഇത് മെയിൻ ആയിട്ട് വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വോളിയുള്ള സ്റ്റോക്സുകളിലൊക്കെയാണ് ഈ ഒരു പ്രൈസ് ആക്ഷൻസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നല്ല വോളിയുള്ള സ്റ്റോക്സുകളിൽ ഈ ഒരു ഇൻഡിക്കേറ്റർ ആഡ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ ലൈവ് പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇന്ന് ഞാൻ നിഫ്റ്റിയുടെ ഓപ്ഷന്റെ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രീവിയസ് വന്നിരിക്കുന്ന BOS ലെവൽസ് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ആ ലെവൽസ് ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ കാണാം. അപ്പൊ ഇത് 24,650 ചാർട്ടാണ്. അപ്പൊ ഇതിൽ നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് BOS ലെവൽസ് ആണ്. അപ്പൊ നമ്മളിവിടെ ഹൊറിസോണ്ടൽ ലെവൽ എടുക്കാം. അപ്പൊ ഇവിടെ ഒരു BOS ലെവൽ വന്നിട്ടുണ്ട്. ആ ലെവൽ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി അതിന് ശേഷം പ്രീവിയസ് വന്നിരിക്കുന്ന BOS ലെവലൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു BOS ലെവൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് മാർക്ക് ചെയ്യാം. ഇനി അതിന് മുമ്പ് വന്നിട്ടുള്ള ഒരു BOS ലെവൽ മാർക്ക് ചെയ്യാം. നമ്മൾ ഹിസ്റ്റോറിക്കൽ ചാർട്ട് നോക്കിയിട്ടാണ് ഈ ഒരു BOS ലെവൽ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം BOS ലെവൽ ഒന്നും വന്നിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രീവിയസ് ചാർട്ട് എടുത്ത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും BOS ലെവൽ വന്നിട്ടുണ്ട്. അത് മാർക്ക് ചെയ്യാം. ഓക്കെ. പിന്നെ ഇവിടെയും വന്നിട്ടുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് BOS ലെവലൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു റീപെയിൻറ്റിംഗ് അല്ല. അപ്പോൾ റീപെയിൻറ്റിംഗ് ആണെങ്കിൽ ആ ഒരു BOS ലെവൽ അവിടെ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ നമുക്ക് മെയിനായിട്ട് 4 ലെവൽസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പിയുടെ അതായത് 24,650 പിയുടെ ചാർട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കഴിഞ്ഞ ദിവസം BOS ലെവലൊന്നും വന്നിട്ടില്ല. അതിന് തൊട്ട് മുമ്പിൽ വന്നിരിക്കുന്ന BOS ലെവൽ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ലെവൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഈ ഒരു ലെവലാണ്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യാം. വേറെ ലെവലൊന്നും കാണുന്നില്ല മെയിനായിട്ട്. ഓക്കെ. അപ്പോൾ വോളിയുള്ള സമയത്തുള്ള BOS ലെവലാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ഏത് ലെവലാണ് ആദ്യം ബ്രേക്ക്ഔട്ട് ചെയ്യണമെന്ന്. അപ്പോൾ BOS ലെവൽ മാത്രമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ പിവോട്ട് ലെവൽസോ CPR ലെവൽസോ അതുപോലെ മൂവിങ് ആവറേജോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ വേറൊരു ഇൻഡിക്കേറ്റർ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ പ്രീവിയസ് ഡേ ഹൈയും ലോ ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ ഒരു പ്രീവിയസ് വന്നിരിക്കുന്ന BOS ലെവൽ മാത്രമാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത് നമ്മുടെ BOS ലെവലിന്, അതായത് ടോപ്പിലുള്ള BOS ലെവലിന് താഴെയാണ് മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ടോപ്പിലുള്ള BOS ലെവൽ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഒരു അപ് ട്രെൻഡിന് ചാൻസ് ഉള്ളത്. അപ്പോൾ നമുക്കൊന്ന് വാച്ച് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കണ്ടോ, മാർക്കറ്റ് എക്സാക്റ്റ് നമ്മുടെ താഴെയുള്ള BOS ലെവൽ ടച്ച് ചെയ്തിട്ട് സപ്പോർട്ട് എടുത്ത് തിരിച്ചറിയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മളിത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രീവിയസ് വന്നിട്ടുള്ള BOS ലെവൽ നോക്കി മാർക്ക് ചെയ്ത ലെവൽസ് ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ CPR ലെവൽസ് ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല. അതുപോലെ ക്യാൻഡിലിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒന്നും മാർക്ക് ചെയ്യാണ്ട് ജസ്റ്റ് ആ ഒരു BOS ലെവൽ മാത്രമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് എക്സാക്റ്റ് താഴെ ടച്ച് ചെയ്ത് ആ ഒരു ലെവൽ സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ ശ്രമിക്കുകയാണ്. ഇനി എപ്പോഴാണ് മാർക്കറ്റ് അപ് ട്രെൻഡ് ആവുക? ഈ ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലത്തെ BOS ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് അപ് ട്രെൻഡ് ആവും. അതല്ല എങ്കിൽ മാർക്കറ്റ് താഴേക്കായിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. എന്തായാലും നമുക്ക് മാർക്കറ്റിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു എക്സാക്റ്റ് നമ്മൾ ആ ഒരു ലെവലിൽ ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് തിരിച്ചു കയറുന്നത്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പ്രീവിയസ് വന്നിരിക്കുന്ന BOS സപ്പോർട്ട് ലെവൽ ബ്രേക്കൗട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് കുറച്ചൊന്ന് കയറിയുള്ളൂ. അതിനുശേഷം താഴേക്ക് അത് ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് വീക്കാണെന്ന്. അതുകൊണ്ടാണ് ആ ഒരു BOS ലെവൽ സപ്പോർട്ട് ബ്രേക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 5 മിനിറ്റ് ക്യാൻഡിൽ ആ ഒരു BOS ലെവലിന് താഴെയാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആ ഒരു BOS ലെവൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും. ഇനി മാർക്കറ്റ് ആ ഒരു BOS ലെവൽ ബ്രേക്കൗട്ട് ചെയ്ത് മുകളിലേക്ക് പോയാൽ മാത്രമായിരിക്കും അപ് ട്രെൻഡ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലൈവായിട്ട് ഈ ഒരു BOS ലെവൽസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ മാർക്കറ്റ് ബുള്ളിഷ് ആയിരുന്നെങ്കിൽ മാർക്കറ്റ് ആ ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലുള്ള BOS ലെവൽ ബ്രേക്കൗട്ട് ചെയ്ത് പോയാൽ ഇപ്പോൾ മാർക്കറ്റ് സ്ട്രോങ് അല്ലാത്ത കാരണമാണ് കുറച്ചൊന്ന് സപ്പോർട്ട് എടുത്ത് കയറിയിട്ട് താഴേക്ക് ബ്രേക്കൗട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സെല്ലിംഗ് ആണ് നിൽക്കുന്നത് മാർക്കറ്റിൽ. ഇനി നമുക്ക് ഈ ഒരു BOS ലെവൽ മാർക്കറ്റ് എങ്ങനെയാണ് റെസ്പെക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ എക്സാക്റ്റ് കാണാൻ സാധിക്കും മാർക്കറ്റ് ആ ഒരു BOS ലെവൽ റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് വരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, ഒരു പിവോട്ട് പോയിന്റ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, CPR ലെവൽസ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. പ്രീവിയസ് വന്നിട്ടുള്ള BOS ലെവൽ മാർക്ക് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ തന്നെ നമുക്കറിയാം മാർക്കറ്റ് എക്സാക്റ്റ് ആ ലെവൽ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്തിട്ടാണ് താഴേക്ക് വരുന്നത്. ആ ഒരു BOS ലെവൽ ബ്രേക്കൗട്ട് ചെയ്ത് മുകളിലേക്ക് പോയിട്ടില്ല. ആ ഒരു BOS ലെവൽ 5 മിനിറ്റ് ക്യാൻഡിൽ ബുള്ളിഷ് ക്യാൻഡിൽ ബ്രേക്കൗട്ട് ചെയ്ത് മുകളിലേക്ക് പോയിരുന്നെങ്കിൽ ട്രെൻഡ് ചേഞ്ച് ചെയ്തേനെ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും മാർക്കറ്റ് ആ ലെവൽ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ അത് ഫെയിൽ ആവാണ് ചെയ്തത്. അവിടെ വിക്കാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ മാർക്കറ്റ് താഴേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ ഒരു ലെവൽ കൂടി താഴേക്ക് ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റ് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ BOS ലെവലിൻ്റെ ആ ഒരു പെർഫെക്ഷനാണ്. നല്ല രീതിയിൽ BOS ലെവൽ ലൈവ് മാർക്കറ്റിൽ റെസ്പെക്ട് ചെയ്തിട്ടാണ് മൂവ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും മാർക്കറ്റ് താഴെയുള്ള BOS ലെവൽ ബ്രേക്കൗട്ട് ചെയ്ത് കുറച്ചൊന്ന് താഴേക്ക് വന്നിരുന്നു. അതിനുശേഷം തിരിച്ചു കയറാണ്. പക്ഷേ തിരിച്ചു കയറിയിരുന്നെങ്കിലും തൊട്ട് മുകളിലുള്ള BOS ലെവൽ അത് ബ്രേക്കൗട്ട് ചെയ്ത് പോകുന്നില്ല. എക്സാക്റ്റ് ആ ലെവലിൽ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് താഴേക്ക് വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തുകൊണ്ടാണ് മാർക്കറ്റ് എക്സാക്റ്റ് ആ ഒരു പോയിന്റിൽ ടച്ച് ചെയ്തിട്ട് താഴേക്ക് വരുന്നത്. കാരണം അവിടെ ഹിസ്റ്റോറിക്കൽ BOS ലെവൽ ഉള്ളത് കാരണമാണ്. അല്ലാണ്ട് ഇവിടെ ഒരു പിവോട്ട് റെസിസ്റ്റൻസോ CPR റെസിസ്റ്റൻസോ ഇല്ല. എക്സാക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ചാർട്ടിൽ ആ ഒരു എക്സാക്റ്റ് ആ ഒരു പോയിന്റ് ടച്ച് ചെയ്തിട്ടാണ് താഴേക്ക് വരുന്നത്. ഈ ലെവൽസ് ഒക്കെ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് മുമ്പ് തന്നെ മാർക്ക് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു BOS ലെവൽ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഹിസ്റ്റോറിക്കൽ BOS ലെവലും നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആ ലെവൽസ് മാർക്കറ്റ് നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേര് നമുക്ക് ചോദിച്ചിരുന്നു ഇതൊരു റീപെയിൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ആണോ എന്ന്. അപ്പോൾ ഇതൊരു റീപെയിൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് അല്ല. കാരണം ഈ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് ഒരു ബൈ സിഗ്നലോ സെൽ സിഗ്നലോ സജസ്റ്റ് ചെയ്യുന്നില്ല. സാധാരണയായിട്ട് റീപെയിൻറ്റ് വരുന്ന ഇൻഡിക്കേറ്റർ നമുക്ക് ബൈയോ സെല്ലോ സജസ്റ്റ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഇത് പ്യുവർ പ്രൈസ് ആക്ഷൻ ലെവൽസ് മാത്രമാണ്. ഇത് നമുക്ക് മാനുവലായിട്ട് മാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് എപ്പോഴാണ് ഒരു BOS ലെവൽ ഫോം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് വന്നിരിക്കുന്ന സിങ് ഹൈയോ സിങ് ലോയോ ബ്രേക്കൗട്ട് നടക്കുമ്പോഴാണ് അവിടെ ഒരു BOS ലെവൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചാർട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സിങ് ഹൈയോ സിങ് ലോയോ ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു BOS ലെവലാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഞാനൊരു ഇൻഡിക്കേറ്റർ പറഞ്ഞു തന്നത്. അപ്പോൾ ചിലർ വിചാരിച്ചിരിക്കുന്നത് ഇതൊരു റീപെയിൻറ്റ് ഇൻഡിക്കേറ്റർ ആണ്, ലൈവ് മാർക്കറ്റിൽ ഇതിൻ്റെ ചേഞ്ച് ആവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിതൊന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് മുമ്പ് തന്നെ മാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് ഈ ഒരു ചാർട്ടിൽ BOS ലെവലൊന്നും വന്നിരുന്നില്ല. അതുകൊണ്ടാണ് അതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിലെ BOS ലെവൽ എടുത്തിരുന്നത്. ചില സമയത്ത് നമുക്ക് ലൈവ് മാർക്കറ്റിലും ഇതുപോലെ BOS ലെവൽ കിട്ടാറുണ്ട്. അപ്പോൾ എപ്പോഴൊക്കെയാണ് BOS ലെവൽ വരുന്നത് അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡിക്കേറ്ററിൻ്റെ സഹായം ഇല്ലാതെ തന്നെയും ഈ ഒരു ലെവൽസ് മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്ര എക്സ്പീരിയൻസ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രീവിയസ് നിൽക്കുന്ന സിങ് ഹൈയോ സിങ് ലോയോ എപ്പോഴൊക്കെയാണ് ബ്രേക്കൗട്ട് നടക്കുന്നത് ആ ഒരു പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് ട്രൈ ചെയ്തപോലെ വാച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഈ ഒരു ഇൻഡിക്കേറ്ററിൽ ആഡ് ചെയ്തിട്ട് ഇതിനകത്ത് എപ്പോഴൊക്കെയാണ് BOS ലെവലിൽ നിന്ന് മാർക്കിംഗ് വരുന്നത് ആ ലെവൽ ജസ്റ്റ് ഒന്ന് ഹൊറിസോണ്ടൽ ലൈൻ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്ത് വെച്ചായിട്ട് ഇതേപോലെ നോക്കിയാൽ മതി. അപ്പോൾ ഇത് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമുള്ള ചാർട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് അനാലിസ് ചെയ്യാം. അപ്പോൾ ഈ മാർക്കറ്റിൽ നിന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന BOS ലെവലിന് താഴെയായിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വരികയും തൊട്ട് താഴെയുള്ള BOS ലെവൽ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ചേറാൻ ശ്രമിച്ചു. പക്ഷേ അവിടുന്ന് ഒരു ബ്രേക്കൗട്ട് ഫെയിലിയറാണ് സംഭവിച്ചത്. മാർക്കറ്റ് താഴെ വരികയും നമ്മുടെ ആ ഒരു BOS ലെവൽ ബ്രേക്കൗട്ട് ചെയ്ത് 5 മിനിറ്റ് റെഡ് ക്യാനിൽ ആ ലെവലിന് താഴെ ക്ലോസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു 5 മിനിറ്റ് റെഡ് ക്യാനിൽ നമ്മുടെ ലെവൽസിന് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ സെല്ലാണെന്ന്. അതുപോലെ തന്നെ മാർക്കറ്റ് അടുത്ത ക്യാൻഡിൽസ് നമുക്ക് നോക്കി കാണാൻ സാധിക്കും. ആ ഒരു ലെവൽ ബ്രേക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ ഫെയിൽ ആവുകയാണ് ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വരികയും തൊട്ട് താഴെയുള്ള BOS ലെവലും ബ്രേക്ക് ചെയ്ത്
കുറച്ചുകൂടി താഴേക്ക് വരികയാണ് ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് കയറിയെങ്കിലും നമ്മുടെ ആ ഒരു BOS ലെവൽ മാർക്കറ്റ് ബ്രേക്കൗട്ട് ചെയ്തിരുന്നില്ല. അത് സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ടാണ് നിന്നിരുന്നത്. അപ്പോൾ ഈ ഒരു ചാർട്ടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് സൈഡ് വൈസ് ആയിട്ട് പോലും നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന BOS ലെവൽ മാർക്കറ്റ് നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് മുമ്പ് തന്നെ പ്രീവിയസ് വന്നിട്ടുള്ള BOS ലെവൽ മാർക്ക് ചെയ്യാം. അതിനുശേഷം ആ ലെവൽസിൽ മാർക്കറ്റ് എങ്ങനെയാണ് റെസ്പെക്ട് ചെയ്യുന്നത് അത് ബേസ് ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മൾ PE ചാർട്ടിലും BOS ലെവൽ മാർക്ക് ചെയ്തിരുന്നു. പക്ഷേ ആ ഒരു ലെവൽസിന് ഒരുപാട് താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരുന്നത്. അതിനുശേഷം മാർക്കറ്റ് ആ ലെവൽ ടച്ച് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു PE ചാർട്ട് അവോയ്ഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു BOS ലെവൽ ഓപ്ഷൻസിലും നല്ല രീതിയിൽ വർക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങളും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടിരുന്നു നമ്മൾ പ്രീവിയസ് വരച്ചിരിക്കുന്ന BOS ലെവൽ എക്സാക്ട് ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചില സമയങ്ങളിൽ നമ്മളിപ്പോൾ മാർക്കറ്റ് ചില പെട്ടുകൾ പോയിന്റിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറാറുണ്ട്. അതുപോലെ പെട്ടുകൾ പോയിന്റ് ടച്ച് ചെയ്ത് താഴേക്ക് വരാറുണ്ട്. എന്നാൽ നമ്മൾ അവിടെ പിവോട്ട് പോയിന്റ്സോ CPR ലെവൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു റെസിസ്റ്റൻസോ സപ്പോർട്ട് കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ പോയിന്റിൽ മുമ്പ് എവിടെയെങ്കിലും ഒരു BOS ലെവൽ വന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രീവിയസ് വന്നിരിക്കുന്ന ഒരു BOS ലെവൽസ് മാർക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു എൻട്രിയും എക്സിറ്റ് പൊസിഷനും നമുക്ക് അറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ആദ്യം നമ്മൾ കുറച്ച് ദിവസം പേപ്പർ ട്രേഡ് ചെയ്ത് എക്സ്പെർട്ട് ആവാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം റിയൽ ട്രേഡിലേക്ക് പോവാം. നോർമലായിട്ട് നമ്മൾ BOS ലെവൽ ബ്രേക്കൗട്ട് എടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വോളിയത്തിലുള്ള ബ്രേക്കൗട്ടുള്ള BOS ആണ് വിന്നിംഗ് ചാൻസ് കൂടുതലുള്ളത്. എന്നിരുന്നാലും BOS ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ടായാലും നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റോപ്പ് ലോസ് ചെറുതായിരിക്കും, ടാർഗറ്റ് കൂടുതലായിരിക്കും. അതായത് നമ്മൾ 10 ട്രേഡിൽ 5 ട്രേഡ് നമുക്ക് സക്സസ്ഫുൾ ആയാൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ ഈ ഒരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തിട്ട് BOS ലെവൽസ് ഒക്കെ മാർക്ക് ചെയ്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. അതിനുശേഷം നിങ്ങൾ ലൈവ് മാർക്കറ്റിൽ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അതിനുശേഷം നിങ്ങൾക്ക് നല്ല രീതിയിൽ കോൺഫിഡൻസ് ആയതിനു ശേഷം മാത്രം ലൈവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഓൾമോസ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജി വീഡിയോസ് ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.